ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ശക്തം. വെടിവെപ്പിൽ 7 പേർ കൊല്ലപ്പെട്ടു. സുരക്ഷാ സേനയും പ്രക്ഷോഭകാരികളും തമ്മിൽ പലയിടത്തും ഏറ്റുമുട്ടൽ. സംയമനം പാലിക്കണമെന്ന് ഇറാൻ പ്രസിഡന്റ്. സ്വിറ്റ്സർലൻഡിലെ പുതുവത്സരാഘോഷത്തിലെ തീപിടുത്തത്തിൽ മരണം 40. പരിക്കേറ്റത് 100-ലധികം പേർക്ക്. അപകടം മൊണ്ടാനയിലെ സ്വകാര്യ റിസോർട്ടിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITയുടെ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക്. PS പ്രശാന്തിനെ വീണ്ടും വിളിക്കാൻ അന്വേഷണ സംഘം. അടൂർ പ്രകാശിന്റെ മൊഴിയും ഉടൻ രേഖപ്പെടുത്തിയേക്കും. ഇടക്കാല റിപ്പോർട്ട് അടുത്തയാഴ്ച ഹൈക്കോടതിയിൽ. പെരിന്തൽമണ്ണ ദൃശ്യാക്കൊലക്കേസ് പ്രതി വിനീഷിനായി ലുക്കൌട്ട് നോട്ടീസ്. പ്രതി കേരളം വിട്ടിട്ടില്ലെന്ന് പോലീസ്. വിനീഷ് രക്ഷപ്പെട്ടത് ശുചിമുറിയുടെ ചുമർ തുറന്ന്. ഉത്തരേന്ത്യയിൽ ശൈത്യതരംഗം അതിരൂക്ഷം. പഞ്ചാബിൽ സ്കൂളുകൾക്ക് അവധി. ഡൽഹിയിലെ കുറഞ്ഞ താപനില 4.5 ഡിഗ്രി സെൽഷ്യസ് ആകുമെന്ന് മുന്നറിയിപ്പ്. വായു മലിനീകരണവും രൂക്ഷം. ന്യൂസിലാൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ തിരിച്ചെത്തും. മുഹമ്മദ് ഷമിയും ഇഷാൻ കിഷനും പരിഗണനയിൽ. ആദ്യ മത്സരം ജനുവരി 11 വഡോദരയിൽ.